ഹലോ. അമ്പുടെ എന്താ ഇങ്ങനെ തൊളത്ത് കിടക്കണേന്നറിയോ? അവൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഉറക്കാൻ വേണ്ടി കിടത്തി. കുട്ടി ഉറങ്ങി. പക്ഷെ അധികം നേരം ഒന്നും ഉറങ്ങിയില്ല. അരമണിക്കൂർ നേരം ഉറങ്ങിയുള്ളൂ. സാധാരണ അവൻ അരമണിക്കൂറിനേക്കാൾ കൂടുതൽ നേരം ഉറങ്ങാറുണ്ട്. അപ്പം ഇന്നെന്താണാവോ പെട്ടെന്ന് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാനും ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് എൻ്റെ തോളത്ത് ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ തോളത്ത് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ അല്ലി പിടിച്ചോണം ഇങ്ങനെ കിടക്കും. അതെനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കിടക്കണത്. അപ്പോൾ ഇതേ നമ്മുടെ അമ്പുടെ എണീറ്റപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നു കേട്ടോ, ഭദ്ര. അവൾ വന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ ഇത് എനിക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ഉമ്മാർ തന്നെ ചവിട്ടിൻ്റെ അവിടെയായിട്ട് ഒരു തുമ്പി ചത്ത് കിടക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്തിട്ട് ഇതിനൊക്കെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അതിൻ്റെ രണ്ട് ചിറകും എന്താ പറയുക, പറഞ്ഞു പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ പറക്കാനും പറ്റില്ല. അപ്പോൾ ഇത് അതിനെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ അമ്പുടു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അവക്കാഡോ, ഇവൾ തന്നെയാണ് എനിക്ക് അവക്കാഡോ തന്നത് കേട്ടോ. ഭദ്ര അവക്കാഡോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവക്കാഡോയുടെ കുരു എടുത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി മുളച്ച് വരുമോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ എന്താ പറയുക, പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞങ്ങൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയും ആപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങ എടുത്തൊന്ന് കഴുകിയിട്ടൊന്ന് ചെത്തി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മാങ്ങയുടെ തൊലി മാത്രം അതേ തിന്നുന്ന കുട്ടിയാണ് കേട്ടോ അവൾക്ക് മാങ്ങയുടെ തൊലി ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. വല്ലാണ്ട് എടുത്ത് ഇരുന്ന് കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മാങ്ങ ഒക്കെ ചെത്തി കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അമ്പുട് ഇതേ സൈക്കിളൊക്കെ എടുത്തിട്ട് ഇതേ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ എന്തായാലും അകത്തിരിക്കില്ല. അപ്പോൾ എന്തായാലും ഇതേ ഞങ്ങളും മറുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങളുടെ ഒപ്പം ഇരിക്കില്ല. അവൻ എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേ മാങ്ങയൊക്കെ കട്ട് ചെയ്തുകൂടെ അമ്പുടൂ എന്ന് പറയുമ്പോഴേക്കും കുട്ടി ഓടി വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് മാങ്ങ കഴിക്കാനായിട്ട്. അപ്പോൾ അതേ മുറ്റത്തുനിന്ന് കയറി കൈയൊക്കെ കഴുകി കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കൈ കഴുകിയ കാരണമാണ് കേട്ടോ രണ്ട് കൈയും ഇങ്ങനെ വെച്ചിക്കണേ. മാങ്ങയിൽ തൊട്ടിട്ടൊന്നുമില്ല കുട്ടി, ഞാൻ തന്നെയായിരുന്നു വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.